ചാക്കോ സാർ. ആ സാർ. ആ ബാഗിൽ സ്വർണ്ണമുള്ളത് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ലടോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആശുപത്രി മുഴുവൻ ഇപ്പം ചാനലുകാരെ കൊണ്ട് നിറയൂലേ? എന്തു വന്നിന്? അത് ശരിയാണ് സാർ. ആ ഈ ഒരു കാര്യം ചെയ്യും സാർ. ഇപ്പം തന്നെ സിയേനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ചെക്കനെയും പെണ്ണിനെ അകത്തിട്ട് പൂട്ടിക്ക്. എന്നിട്ട് ഇപ്പം തന്നെ ഈ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ സിഐനെ സാക്ഷി നിർത്തിയിട്ട് ആ വണ്ടി മുഴുവൻ സെർച്ച് ചെയ്യണം കേട്ടാ. ഈ സ്വർണ്ണ കേസ് പുറത്തു കൊണ്ടുവന്നത് അവളാണല്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവളെ തന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തിരിയുന്നുണ്ടാ? ആ വാർത്ത ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നെ ഈ ഒന്ന് പതറും. ഇതൊരു തീപ്പൊരിയാണ്ടോ, ഞമ്മക്കത് ആളി കത്തിക്കാന്ന്. അത് ഞാനേറ്റ്. ഇനി ഇതുപോലൊരു ചാൻസ് വീണ് കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലായി സാർ. എന്നാ വേഗം ചെല്ല് സാർ. ഓ രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ. ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോൾ നത്തിങ് ടു വറി. വാള് കൊണ്ടുള്ള വെട്ടാണ്. എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്. അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഹേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ശരി. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ, ഇവൻ്റെ ബ്ലഡ് കേൾക്കാൻ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ, ഡോക്ടർ പറഞ്ഞു പുള്ളിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ, നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്? അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നോണ്ട് പബ്ലിക് ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്തെ? ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജ് ഇല്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ശരി സാർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ പാത്രം അടിച്ചിട്ട് തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് ഇളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോൾ അട്ട ചോര ഓടിച്ചാൽ ഉടനെ വീർത്തു വന്നിരിക്കും. നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോൾ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളം അടിച്ച് ആകെ അടിച്ച് ഒരു ബെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണാണെന്ന് പറഞ്ഞ വണ്ടി തുറക്കും. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മാർക്ക് അയാളുടെ വീട്ടിൽ നിന്നെങ്ങാനും ആയിരിക്കും.
സർ ഇതെന്താണോ സംഭവം? ഒരു ആക്സിഡന്റ് കേസായിട്ടാണ് സർ റിപ്പോർട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് 307. അയാൾക്ക് എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ടില്ല. വയറിലും മുതുകിലുമായിട്ട് 2 വെട്ടേറ്റിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ അയാളുടെ? അന്വേഷിക്കുന്നുണ്ട് സർ. ഈ ചാനലുകാരി പെണ്ണെങ്ങനെയാണോ ഇതിനിടെ വന്ന് പെട്ടത്? സർ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാവണം ഈ വെട്ടേറ്റയാൾ ഓടി വന്ന് വീണത്. ഇവരുടെ വണ്ടിയുടെ മുന്നിലാണ്. ഇവർ തന്നെയാണ് സർ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആണല്ലോ അല്ലേ? ആണ് സർ. പിന്നെ ആ പെണ്ണിന് കൊമ്പിച്ചിരി കൊടുല്ല സാർ. ഒന്ന് വട്ടം കിടക്കാന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയ സ്റ്റേഷൻ ജാമത്തിൽ വിട്ടേക്കാം സർ. നിക്ക്, ഞാൻ പറയാം. NI എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവരുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓ തമ്പാ. ആ നമസ്കാരം മാഡം. രാത്രി കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല, 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പോവാം. അതിനിടയിൽ ആ മർഡർ അറ്റംപ്റ്റ് ഒന്ന് പെട്ടതുകൊണ്ട് അല്ലേ? കുഴപ്പമില്ലായിരുന്നു. അയ്യോ സാറേ, നിയമത്തിന്റെ കാര്യമൊന്നും മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ആ. എല്ലാ നിയമവും അരച്ച് കലക്കി കുടിച്ച ആളാ. അതെ, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഏയ് സാറേ, വണ്ടി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് CSR ചെക്ക് ചെയ്തതേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഡ്രൈവറുടെ മുന്നിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെ പിന്നെ നാളെ വണ്ടി എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? നോക്കടോ. ഓക്കെ സാർ. മാഡം, ഒന്ന് കൂടി മാറി നിൽക്കൂ. ഇത് ആരുടെയാ? ബർത്ത്ഡേ കേക്കാ സാറേ. ഇന്ന് റിയയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ഈ ബർത്ത്ഡേ മാഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അല്ലേ മാഡം? ഇതിനകത്തൊന്നുമില്ല സാർ. ആ, തന്നെ നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ. സർ പിന്നെ സർ കീ തന്നെ.